ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ കണ്ട മണ്ണാണ് വയനാടിൻ്റേത്. ഏറ്റവും ഒടുവിലത്തെ സംഭവം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം 2018 മുതൽ വയനാട്ടിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ 29-ന് 327 മില്ലിമീറ്റർ മഴയാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും മാത്രം പെയ്തത്. ഇതാണ് ഉരുൾപൊട്ടലിലേക്ക് നയിച്ചത്. പക്ഷേ ഈ ദുരന്തം വരുന്നത് മുൻകൂട്ടി അറിയാൻ നമ്മുടെ ഒരു സംവിധാനങ്ങൾക്കും സാധിച്ചിരുന്നില്ല. അതിനാൽ മുന്നറിയിപ്പുകളൊന്നും നൽകാനും കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വയനാട്ടിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കീഴിൽ കാലാവസ്ഥ പ്രവചിക്കാൻ പുതിയ റഡാർ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. 150 കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള എസ് ബാൻഡ് റഡാറാണ് സ്ഥാപിക്കുക. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകൾക്ക് റഡാർ കൊണ്ട് പ്രയോജനമുണ്ടാകും. ഓരോ 10 മിനിറ്റിലും കാലാവസ്ഥാ പ്രവചനം നടത്താൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 6 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളും ഹ്യൂം സെന്ററിന്റെ 200 മഴമാപിനികളും വയനാട് ജില്ലയിൽ പല ഭാഗത്തായി ഉണ്ടെങ്കിലും ഓരോ ദിവസത്തെ അളവുകൾ മാത്രമാണ് ഇതിലെല്ലാം ലഭിക്കുന്നത്. എന്നാൽ ഈ റഡാർ സ്ഥാപിക്കുന്നതോടെ മഴമേഘങ്ങളുടെ ചലനം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എവിടെയാണ് അതിതീവ്ര മഴ പെയ്യുക എന്ന് മുൻകൂട്ടി അറിഞ്ഞ് മുന്നറിയിപ്പ് നൽകാൻ ഇത് സഹായിക്കും. മേഘങ്ങൾ രൂപപ്പെടുന്നത് കണ്ടെത്താൻ സാധിച്ചാൽ മേഘവിസ്ഫോടനത്തിനുള്ള സാധ്യതകളും മുൻകൂട്ടി അറിയാൻ കഴിയും. മേഘത്തിലെ ജലകണികകളെയും ജലകണങ്ങളെയും കണ്ടെത്താൻ കഴിയുമെന്നതാണ് റഡാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര തീവ്രതയിലാണ് മഴ പെയ്യുക എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയും. എത്ര ഉയരത്തിലാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. കാറ്റിൻ്റെ ഗതിയും തീവ്രതയും മനസ്സിലാക്കാനാകും. ഇതെല്ലാം കാലാവസ്ഥ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ സഹായിക്കും. ഇതുവഴി മുന്നറിയിപ്പുകൾ നൽകാനും മുൻകരുതലുകൾ എടുക്കാനും സാധിക്കും. റഡാർ കോഴിക്കോട് സ്ഥാപിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ സിഗ്നൽ ലഭിക്കാൻ പശ്ചിമഘട്ട മലനിരകൾ തടസ്സമാകും എന്നതുകൊണ്ട് വയനാട്ടിലേക്ക് മാറ്റി. പുതിയ റഡാർ സ്ഥാപിക്കാനായി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം റഡാർ സ്ഥാപിക്കും. കേരളത്തിൽ നിലവിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമാണ് റഡാർ ഉള്ളത്. കൊച്ചിയിലെ റഡാറിന്റെ പരിധിയിലാണിപ്പോൾ കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ. വയനാട്ടിൽ റഡാർ സ്ഥാപിക്കുന്നതോടെ കൂടുതൽ കൃത്യതയോടെ കാലാവസ്ഥാ പ്രവചനം സാധ്യമാകും. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.